السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായ ഇമാം മഹ്ദിയും മസീഹു ദജ്ജാലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവും തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചത്. ആരാണ് മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആ ദജ്ജാലിൻ്റെ രൂപം എന്താണ്, ദജ്ജാൽ ഈ ഭൂമിയിൽ വന്നാലുണ്ടാകുന്ന ഫിത്തനകൾ എന്തൊക്കെയാണ്, ആ വിഷയത്തിൽ മാത്രം അൽഹംദുലില്ലാ 4 ക്ലാസ്സുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി വരും. ആ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഇമാം മഹ്ദി ഉണ്ടാകും. അപ്പോൾ ആരാണ് ഇമാം മഹ്ദി എന്നുള്ളത് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. അവസാനം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു വെച്ചത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന് പിന്നീട് മസീഹ് ദജ്ജാലിനെ വധിച്ചതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഇവിടെ ഭരണം നടത്തും. ആ ഭരണം നടത്തുന്ന സമയത്ത് പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിത്തനയാണ് മസീഹു ദജ്ജാലിൻ്റെ വരവ് എന്നുള്ളതാണ്. അഥവാ ലോകാവസാനത്തിൻ്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 അടയാളങ്ങൾ എണ്ണി. അതിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് മസീഹു ദജ്ജാലിൻ്റെ വരവാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്തിൻ. 10 അടയാളങ്ങൾ സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാന് പറഞ്ഞു, ദജ്ജാൽ പറഞ്ഞു, ദാബത്തുൽ അർദ് പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറുദിക്കും,
അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും, 3 ഹസ്ബുകൾ ഉണ്ടാകും തുടങ്ങിയ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതിൽ ലോകാവസാനത്തിൻ്റെ 10 അടയാളങ്ങളിൽ ഒരടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഷയമാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് ഭൂമിയിൽ വരും, ഇവിടെ ഫിത്നയുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ, എന്താണ് ഇവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്, എന്ത് പരീക്ഷണമായിരിക്കും ഇവർ മൂലം ഉണ്ടാകാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ വിഭാഗങ്ങൾ ഇല്ലാതാകുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 2 അധ്യായങ്ങളിലാണ് ഈ വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗങ്ങളെ പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ 2 അധ്യായങ്ങളിലാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇൻ്റെ 96-ാമത്തെ ആയത്തിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇൻ്റെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അഥവാ യഅജൂജ് മഅജൂജ് ജനവിഭാഗങ്ങൾ തുറന്നു വിടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജ്, യഅജൂജ് എന്ന് പറയുന്ന വിഭാഗവും മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗങ്ങളെയും തുറന്നു വിടുകയും അവരെല്ലാ കുന്നുകളിൽ നിന്നും കുതിച്ചിറങ്ങി താഴേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജ്. ഇവിടെ അല്ലാഹു പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കും. ഇവിടെ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗങ്ങളെ തുറന്നു വിട്ടാൽ, അപ്പം അതിനർത്ഥം എന്താണ്? അവർ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്, അവരേതോ ഒരു ഭാഗത്ത് പൂട്ടിയിടപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അതിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ ആ ആയത്തിൻ്റെ ബാക്കിയായിട്ട് അല്ലാഹു പറയാണ്, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അവരെല്ലാ കുന്നുകളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നും താഴോട്ട് ശക്തമായി കുതിച്ചു വരും എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് എന്ത് കിട്ടും? അവർ പർവ്വതങ്ങൾക്കപ്പുറത്താണ് എന്നുള്ളതും കിട്ടും, ഉയർന്നൊരു ഭാഗത്താണ് എന്നുള്ളതും. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങളാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടിട്ടുണ്ട്, അവർ പൂട്ടിയിടപ്പെട്ട വിഭാഗമാണ്. അതേപോലെ തന്നെ അവരെ പൂട്ടിയിട്ടിട്ടുള്ളത് ഒരു ഉയർന്ന ഭാഗത്താണ് എന്ന് ഈ ആയത്തിലൂടെ 2 കാര്യങ്ങളായി നമുക്ക് കിട്ടും. സ്വാഭാവികമാണ്, നമുക്ക് സംശയം ഉണ്ടാകും, ആരാണ് ഈ വിഭാഗത്തെ ബന്ധനസ്ഥരാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വിഭാഗത്തെ പൂട്ടിയിട്ടത് ആരാണ്? നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, അത് മഹാനായ ദുൽഖർനൈൻ റഹ്മത്തുള്ളാഹിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മുമ്പുണ്ടായിരുന്ന ദുൽഖർനൈൻ ചക്രവർത്തി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ആ വിഭാഗത്തെ പൂട്ടിയിട്ടിട്ടുള്ളത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മക്കക്കാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താൻ വേണ്ടി പല രൂപത്തിലും നബിയെ പരാജയപ്പെടുത്താൻ അവർ നോക്കുന്നുണ്ട്. അപ്പം നബിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി അവർ തീരുമാനിച്ച് ഖുറൈശികളായ 2 പേരെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ, മക്കയിൽപ്പെട്ട 2 ആളുകളെ, ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട നളർ ബിൻ ഹാരിസിനെയും ഉഖ്ബത്ത് ബിൻ അബി മുഅയ്തനെയും മദീനയിലേക്ക് ജൂതന്മാരുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. ജൂതന്മാരുടെ അരികിലേക്ക് പറഞ്ഞയക്കണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം, അതിന് പ്രവാചകൻ ഉത്തരം ചെയ്യാൻ പാടില്ല. ആ രൂപത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. അതിൽ ഈ ജൂതന്മാരായ ആളുകൾ പറഞ്ഞു കൊടുത്ത 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ചോദിക്കണം, 1-ാം നൂറ്റാണ്ടിൽ ഹിജറ ചെയ്ത് നാട് വിട്ട ഒരു പറ്റം യുവാക്കളാരാണ്? രണ്ടാമത് നിങ്ങൾ ചോദിക്കണം, മശരിക്കും മഗ്രിബും യാത്ര ചെയ്ത ഭരണാധികാരി ആരാണ്? മൂന്നാമത് നിങ്ങൾ ചോദിക്കണം, എന്താണ് റൂഹ്? ഈ 3 ചോദ്യങ്ങളാണ് നബിനോട് ചോദിക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പിന്നീട് പറഞ്ഞു തരാം. നമുക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ കാണാൻ കഴിയും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മറുപടി കൊടുത്തു. അല്ല, 1-ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്ത വിഭാഗം ആരാണ്? അത് അസ്ഹാബുൽ കഹ്ഫാണ്, ഗുഹാവാസികളായ യുവാക്കളാണ്.
എന്നാൽ മശരിക്കും മഗ്രിബും യാത്ര ചെയ്ത ഭരണാധികാരി ആരാണ്? അഥവാ കിഴക്കും പടിഞ്ഞാറും അത്ര എല്ലാ രാജ്യങ്ങളും എന്ന രൂപത്തിൽ യാത്ര ചെയ്ത ഭരണാധികാരി ദുൽഖർനൈൻ ചക്രവർത്തിയാണ്. അപ്പോൾ ഈ ദുൽഖർനൈൻ ചക്രവർത്തി രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ചു. അദ്ദേഹം അവയിൽ സഞ്ചാരങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച ഭാഗത്ത് ഒരിക്കൽ സൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. സൂര്യൻ ഉദിക്കുന്ന കിഴക്കിൻ്റെ ഭാഗത്തേക്ക് ആര് യാത്ര തിരിച്ചു? ദുൽഖർനൈൻ ചക്രവർത്തി യാത്ര തിരിച്ചു. ആ സഞ്ചാരത്തിനിടയിൽ രണ്ട് വലിയ പർവ്വതങ്ങളുള്ള ഒരു പ്രദേശത്ത് ദുൽഖർനൈൻ ചക്രവർത്തി ചെന്നെത്തി. ആ പർവ്വതങ്ങൾക്കപ്പുറത്തൊരു ജനവിഭാഗത്തെ ദുൽഖർനൈൻ ചക്രവർത്തി കണ്ടുമുട്ടി. ആ ജനവിഭാഗം ഈ ചക്രവർത്തിയോട് ചില കാര്യങ്ങൾ പറയുന്നത് സൂറത്ത് കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച നമ്മളെല്ലാ ആളുകളും ഓതിയ സൂറത്താണ്. ആ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും ഖാലു, അവർ പറയാണ്, അഥവാ ആ പർവ്വതത്തിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന രണ്ട് പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതത്തിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ജനസമൂഹം പറയാണ്, ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. വർഷങ്ങൾക്ക് മുമ്പ് ദുൽഖർനൈൻ ചക്രവർത്തി സൂര്യൻ ഉദിക്കുന്ന കിഴക്കിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു ജനസമൂഹത്തെ കണ്ടു. അവർ യഅജൂജ് മഅജൂജിനെ കുറിച്ച് പരാതി പറയാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്, കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ, അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു വലിയ രൂപത്തിലുള്ള ഒരു മറ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തരണം എന്ന് ആ ജനവിഭാഗം ആരോട് പറയാണ്? ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൻ്റെ 94-ാമത്തെ ആയത്ത്. എന്നിട്ട് അവരതിന് പറയുന്നുണ്ട്, ഇനി അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കരം നൽകാം, നികുതി നൽകാം, അതിന് പണം നൽകാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്കും ഞങ്ങൾക്കും കാരണം വല്ലാത്ത ഫിത്തനയാണ് അവരോട് ഉണ്ടാക്കുന്നത്. എന്താണ് അവരുണ്ടാക്കുന്ന ഫിത്തനകൾ എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയാണ്, അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു വലിയ ഒരു മതിൽ നിങ്ങൾ ഉണ്ടാക്കി തരണം, അതിന് വേണമെങ്കിൽ പണം നൽകാനും ഞങ്ങൾ തയ്യാറാണ്. 95-ാമത്തെ ആയത്തിൽ ദുൽഖർനൈൻ ചക്രവർത്തി അവരോട് പറയാണ്, കാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവത്തിൻ അജഅൽ ബൈനകും വബൈനഹും റദ്മാ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, എന്നെ സമ്പത്ത് നൽകിയിട്ടൊന്നും സഹായിക്കണ്ട. കാരണം നിങ്ങൾ എനിക്ക് നൽകുന്ന കൂലിയോ നികുതിയേക്കാൾ അതിനേക്കാൾ ഉത്തമമായ രാജാധിപത്യം റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശാരീരികപരമായി എന്നെ സഹായിക്കണം. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി കാണാൻ കഴിയും. ദുൽഖർനൈൻ ചക്രവർത്തി അവരോട് പറയാണ്, നിങ്ങൾ ഇരുമ്പിൻ്റെ കട്ടകൾ കൊണ്ടുവരണം, വലിയ ഇരുമ്പിൻ്റെ കട്ടകൾ. ആ ഇരുമ്പിൻ്റെ കട്ടകൾ കൊണ്ടുവന്ന് അതിനിടയിലേക്ക് ഉരുക്കിയ ചെമ്പൊടിച്ച് ശക്തമായ ഒരു മതിൽ നിർമ്മിച്ചു. ഈ രണ്ട് ഇരുമ്പിൻ്റെ കട്ട കൊണ്ടുവന്ന് അതിനിടയിലേക്ക് ചെമ്പുരുക്കിയിട്ട് അതൊഴിച്ച് വലിയ ശക്തമായ വലിയ ഒരു മതിൽ അദ്ദേഹം നിർമ്മിച്ചു. അവസാനം പർവ്വതങ്ങളുടെ ശിഖിരങ്ങൾ ഒന്നിക്കുമാറ് വലിപ്പത്തിലുണ്ടാക്കി. അഥവാ രണ്ട് പർവ്വതത്തിൻ്റെയും മേൽഭാഗം ഒരേ ലെവലിൽ വരുന്ന രൂപത്തിൽ അത്ര വലിയ മതിൽ ആരുണ്ടാക്കി കൊടുത്തു? ദുൽഖർനൈൻ ചക്രവർത്തി. അപ്പോൾ ദുൽഖർനൈൻ ചക്രവർത്തിൻ്റെ കാലഘട്ടത്തിൽ ആരുണ്ട്? യഅജൂജ് മഅജൂജ് ഉണ്ട്. അവർ ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് മാത്രം വരുന്ന വിഭാഗമല്ല, അതിനു മുമ്പ് തന്നെ അവരുണ്ട്. അവർ വലിയ ഫസാദ് ഉണ്ടാക്കിയപ്പോൾ ആ ജനവിഭാഗത്തിലെ ആളുകൾ, വലിയ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന ജനവിഭാഗത്തിലെ ആളുകൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖർനൈൻ ചക്രവർത്തി ഒരു മതിൽ, ഒരു വലിയ ആ രണ്ട് പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ തമ്മിൽ ഒരേ ലെവലിൽ വരുമാറ് വലിയ ഒരു പർവ്വതം ഇരുമ്പിൻ്റെ കട്ടകൾ കൊണ്ടുവന്ന് ചെമ്പുരുക്കി അതിനിടയിൽ ഒഴിച്ച് വലിയ ഒരു മതിൽ മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഉണ്ടാക്കി. സൂറത്ത് കഹ്ഫിൻ്റെ 97-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും, ഫമസ്തതാഉ അയ്യദ്ഹറൂഹു വമസ്തതാഹു ലഹു നഖ്ബാ. ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തിന് അത് ചാടിക്കടക്കാൻ കഴിയില്ല. ഈ മതിലില്ലേ, ഈ മതിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ചാടിക്കടക്കാനോ അതിന് തുളയിടാനോ ദ്വാരമിടാനോ അവർക്ക് കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ ജനവിഭാഗത്തെ ആ മലകൾക്കിടയിൽ തന്നെ അദ്ദേഹം ബന്ധിപ്പിച്ചു. ഇനി ആ മതിൽ ചാടി അവർക്ക് പുറത്തേക്ക് വരാൻ ഒന്ന് മുമ്പിലേക്ക് കയറിയിരിക്കണേ.
ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് വലിയ പർവ്വതത്തിൻ്റെ മേൽഭാഗം ഒരേ ലെവലിൽ വരുമാറ് ഒരു വലിയ മതിൽ ആര് നിർമ്മിച്ചു? ദുൽഖർനൈൻ ചക്രവർത്തി നിർമ്മിച്ചു. എന്നിട്ട് സൂറത്ത് കഹ്ഫിൻ്റെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ മതിൽ ചാടിക്കടക്കാൻ യഅജൂജ് മഅജൂജിന് കഴിയില്ല. ഇനി അതിന് തുളയുണ്ടാക്കാൻ, ദ്വാരമുണ്ടാക്കാനും അവർക്ക് കഴിയില്ല. അത്രത്തോളം ശക്തിയുള്ള ഒരു മതിലാണ് ആര് നിർമ്മിച്ചത്? ദുൽഖർനൈൻ ചക്രവർത്തി നിർമ്മിച്ചത്. പക്ഷേ ഇത് നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഖാല ഹാദാ റഹ്മത്തും മിൻ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ. എന്നാൽ എൻ്റെ റബ്ബിൻ്റെ കരാർ, വാഗ്ദത്വം വന്നാൽ, അഥവാ ഖിയാമത്ത് നാൾ വന്നാൽ അള്ളാഹു ആ മതിൽ പൊളിച്ച് നിരപ്പാക്കും. തീർച്ചയായും എൻ്റെ റബ്ബിൻ്റെ വഅദ് അത് സത്യമാകുന്നു എന്നുള്ളതാണ്. ദുൽഖർനൈൻ ചക്രവർത്തി വലിയൊരു മതിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ആ മതിൽ ചാടിക്കടക്കാനോ അതിന് തുളയുണ്ടാക്കി ദ്വാരമുണ്ടാക്കി പുറത്ത് ചാടാനോ അവർക്ക് കഴിയില്ല. പക്ഷേ ഖിയാമത്ത് നാൾ വന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു അത് പൊളിച്ചു കൊടുക്കും. പൊളിച്ചു കൊടുത്ത് പിന്നീട് എന്ത് ചെയ്യും? ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ഭൂമിയിലേക്ക് വരും, മറ്റുള്ള ജനങ്ങളിലേക്ക് വരും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിൻ്റെ വഅദാണ്. അള്ളാഹുവിൻ്റെ വഅദ് അത് സത്യമാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും പ്രധാനമായി കൊണ്ടും പിന്നീട് സൂറത്ത് കഹ്ഫിൻ്റെ 99-ാമത്തെ ആയത്തിൽ പറയാണ്, വതറക്നാ ബഅദഹും യൗമൈദിൻ യമൂജു ഫീ ബഅദിൻ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ. അതാ അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനം വന്നു പുലരുന്ന ആ ദിവസം അവരിൽ ചിലരെ മറ്റു ചിലരിലേക്ക് നാം തുറന്നുവിടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ഇപ്പോൾ എന്താണ്? ബന്ധനസ്ഥരാക്കപ്പെട്ടിട്ടുണ്ട്, പൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവർ പുറത്തേക്ക് വരിക? അത് ഖിയാമത്ത് നാളിൻ്റെ സമയത്താണ് അവർ പുറത്തേക്ക് വരിക. സ്വാഭാവികമാണ്, സംശയം ഉണ്ടാകും, അവരിപ്പോൾ എവിടെയുള്ളത്? ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം എവിടെയാണുള്ളത്? നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു, ദുൽഖർനൈൻ ചക്രവർത്തി സൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ചപ്പോൾ എന്നുള്ളതാണ്. എന്നാൽ അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഏതോ ഒരു ഭാഗത്താണ് അവരുള്ളത്. എന്നാൽ വ്യക്തമായിക്കൊണ്ട് ഒരു രാജ്യം പറയാനോ ഒരു നാട് പറയാനോ ഒരു പ്രദേശം പറയാനോ ഒരാൾക്കും സാധിക്കില്ല. വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഇന്ന രാജ്യത്തിലെ ഇന്ന പ്രദേശത്തെ ഇന്ന ഭാഗത്തായിരിക്കും യഅജൂജ് മഅജൂജ് ഉണ്ടാകുക എന്ന് ഒരു ഹദീസിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹു അഅലം, നമുക്കറിയില്ല. എന്നാൽ ചില ആളുകളൊക്കെ എന്ത് പറയാറുണ്ട്? ചൈനയിലുള്ള വൻമതിലിൻ്റെ ഭാഗത്താണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെ, അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുവൈത്തിൽ അറിയപ്പെട്ട പണ്ഡിതൻ ഉസ്മാനുൽ ഖമീസ് ഹഫിളഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ചൈനൻ്റെ ഭാഗത്ത് ഇന്നാലിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വ്യക്തമായിക്കൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? ഒരു വ്യക്തമായ തെളിവ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ഉണ്ടാകുന്നൊരു സംശയമാണ്, അവർ മനുഷ്യരാണോ അതല്ല വേറെ ഏതെങ്കിലും ജനവിഭാഗമാണോ? മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ അതല്ല ഏതെങ്കിലും മറ്റൊരു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ? യാതൊരു സംശയവും വേണ്ട, അവർ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, യാ ആദം, ഏ ആദമേ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുക്കുകയാണ്, ലബ്ബൈക വസഅദൈക വഖൈറുൻ ഫി യദൈക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുത്തു, റബ്ബേ. അദ്ദേഹം അതിന് ഉത്തരം ചെയ്തിട്ട് പറയാണ്, എല്ലാ ഖൈറും നിൻ്റെ കയ്യിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അഖ്രിജ് ബഅസന്നാർ വഖാല വമാ ബഅസുന്നാർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, നരകത്തിലേക്കുള്ള ആളുകളെ, നിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ആളുകളെ നീ പുറത്തേക്ക് കൊണ്ടുവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. നരകത്തിലേക്കുള്ള ആളുകളെ, നിൻ്റെ സന്താനത്തിൽപ്പെട്ട ആളുകളെ നീ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് ആരോട് പറയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാണ്. അപ്പോൾ ആദം നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നരകത്തിലേക്കുള്ള ആളുകൾ അതെന്താണ്, അല്ലെങ്കിൽ അതെത്രയാണ് എന്ന രൂപത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന മറുപടി, മിൻ കുല്ലി അൽഫിൻ തിസ്അമിഅത്തിൻ വതിസ്ഈന ഫഇൻദഹു യശീബു സഗീറു വതളഉ കുല്ല ദാതി ഹംലിൻ ഹംലഹാ.
അഥവാ എല്ലാ 1000-ൽ നിന്നും 999 പേര് നരകത്തിലാണ്. 1000 പേരുണ്ടെങ്കിൽ അതിൽ 999 പേരും നരകത്തിലാണ്. എന്നിട്ട് ഹദീസിൽ കാണാൻ കഴിയും ആ സമയത്ത് എന്ത് ചെയ്യും? ചെറിയ കുട്ടികൾ വൃദ്ധന്മാരായിട്ട് പോകും. ഗർഭിണികളായ ആളുകൾ, ഗർഭിണികളായ സ്ത്രീകൾ ആ ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് ഭയാനകത കൊണ്ട് പ്രസവിച്ചു പോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ 1000 പേരിൽ 999 പേരും നരകത്തിലാണ്, ഒരാളാണ് സ്വർഗത്തിലെ. അപ്പോൾ ആ ഒരാൾ ആരാണ് നബിയെ? ആ ഒരു വിഭാഗം ആരാണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക. ഫഇന്ന മിൻകും റജുലൻ വമിൻ യഅജൂജ വമഅജൂജ അൽഫാ. ആ ഒരാൾ ആരാന്നറിയോ? അത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽപ്പെട്ട ആളായിരിക്കും ആ ഒരു വിഭാഗം. ബാക്കി 999 എന്ന് പറഞ്ഞില്ലേ, അത് യഅജൂജ് മഅജൂജ് ആയിരിക്കും എന്നുള്ളതാണ്. അഥവാ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 1000 പേര് നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ 999 പേര് ആരായിരിക്കും? യഅജൂജ്. അപ്പം അത്രത്തോളം വലിയ ഒരു ജനവിഭാഗമാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബിയോട് പറയാണ്, നിന്റെ സന്തതികളെ നരകത്തിലേക്ക് കൊണ്ടുപോവാ, സന്താനങ്ങളിൽപ്പെട്ട നരകത്തിൻ്റെ അവകാശികളെ നീ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ ആദം നബിൻ്റെ സന്താനത്തിൽപ്പെട്ട ആളുകളാണ് ആരെ? ഈ യഅജൂജ് മഅജൂജ് വിഭാഗം. അപ്പോൾ ഇതിനെ തെളിവെടുത്ത പണ്ഡിതന്മാർ പറയാണ്, അവർ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. ചില ആളുകളൊക്കെ ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മുഖത്തെ പറ്റിയിട്ടും അവരുടെ കൈകാലുകളെ പറ്റിയിട്ടൊക്കെ വിശദീകരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവരുടെ രൂപം വിശദീകരിക്കുന്ന ഒരു ഹദീസ് പോലും സ്വഹീഹായിട്ട് വന്നിട്ടില്ല. എന്തായാലും അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. 1000 പേര് നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ 999 പേരും അവരായിരിക്കും. ഇനി ഇതിനർത്ഥം അവർ മാത്രമേ നരകത്തിൽ പോകുള്ളൂ എന്നാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും തെറ്റ് ചെയ്യുന്ന ആളുകൾ എവിടെ പോകുന്നുണ്ട്? നരകത്തിൽ പോകുന്നുണ്ട്. ഇനി യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് ഹദീസുകളിൽ വന്നതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറി ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെല്ലണത് സൈനബ് റളിയല്ലാഹു അൻഹ പറയാണ്, പരിഭ്രമിച്ചിട്ടാണ് നബി കയറി വരുന്നത്. എന്തോ കണ്ട് പേടിച്ചിട്ട് വല്ലാത്ത ഭയത്തോടു കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ സമീപസ്ഥമായ ഒരു ഷർറ് കൊണ്ട് അറബികൾക്ക് ഇതാ നാശം. വൈലുൻ എന്നാണ് നബി ആരംഭിക്കുന്നത് തന്നെ. വൈലുൻ, നാശം, ലിൽ അറബി, അറബികളായ ആളുകൾക്ക് നാശം. കാരണം സമീപസ്ഥമായ ഒരു ഷർറ്, ഒരു തിന്മ അവർക്ക് അടുത്തെത്തിയിട്ടുണ്ട്, അവർക്ക് നാശമാണ്, അറബികൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകൻ പറയാണ്, എന്താണ് ആ നാശം? അഥവാ ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ ബന്ധിപ്പിച്ചിട്ടുള്ള മലയില്ലേ, ആ ഒരു വലിയ ഒരു പർവ്വതം, ആ പർവ്വതത്തിന്, ആ മതിലിന് ചെറിയ ഒരു ദ്വാരമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിൻ്റെ തള്ളം വിരലും അതേപോലെ തന്നെ ചൂണ്ടുവിരലും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ വലുപ്പത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ആ മതിലിന് ഒരു ദ്വാരമുണ്ടായിട്ടുണ്ട്, അറബികൾക്ക് നാശമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. അഥവാ എന്തായിട്ടുണ്ട്? ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഈ യഅജൂജ് മഅജൂജ് പുറത്തേക്ക് വരിക? അത് ഖിയാമത്ത് നാളിൻ്റെ സമയത്താണ്. അപ്പോൾ ദുൽഖർനൈൻ ചക്രവർത്തി കെട്ടി ഉണ്ടാക്കിയ മതിലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു റിങ് രൂപത്തിൽ, ഒരു മോതിരം രൂപത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ആ ദ്വാരത്തിൽ ഒരു വലിയ ഒരു വിള്ളൽ ആ മതിലിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കണമെന്നറിയോ? ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗം ആ മതിൽ പൊളിക്കാൻ നോക്കുന്നുണ്ടോ? അവർ പൊളിക്കാൻ നോക്കുന്നുണ്ട്, എല്ലാ ദിവസവും അത് പൊളിക്കാൻ നോക്കുന്നുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും, ഇബ്നു മാജ റഹ്മഹുള്ള നിവേദനം ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇന്ന യഅജൂജ വമഅജൂജ യഹ്ഫിറൂന കുല്ല യൗമിൻ, എല്ലാ ദിവസവും യഅജൂജ് മഅജൂജ് എന്ത് ചെയ്യും? ആ മതിൽ പൊളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മതിൽ പൊളിക്കാൻ നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നോക്കും. വൈകുന്നേരമായാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവർ തിരിച്ചു പോകും. ബാക്കി നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. പക്ഷെ അവർ തിരിച്ചു വരുമ്പോഴോ, പിറ്റേന്ന് അവർ തിരിച്ചു വരുന്ന സമയത്ത് പഴയതിനേക്കാൾ ബലവത്തായ രൂപത്തിൽ വീണ്ടും അള്ളാഹു ആ മതിലിനെ മാറ്റിയിട്ടുണ്ടാകും. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ആ മതിൽ പൊളിക്കാൻ വേണ്ടി നോക്കും. അപ്പം ചെറിയ രൂപത്തിലൊക്കെ ദ്വാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ആ ദ്വാരം ഉണ്ടാക്കി വൈകുന്നേരം ആയപ്പോൾ അവർ തിരിച്ചു പോകും.
രാവിലെ വന്ന് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോവുക. പിറ്റേന്ന് വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറ്റും. എന്നാൽ ഖിയാമത്ത് നാളിനോട് അടുക്കുന്ന സമയത്ത് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പൊളിക്കാൻ നോക്കും. ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. എന്നിട്ട് അവർ പറയും ഇൻഷാ അല്ലാ ബാക്കി നാളെ ചെയ്യാമെന്ന്. അവിടെ എന്ത് പറയുന്നുണ്ടോലെ? ഇൻഷാ അല്ലാ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും എന്ത് പറഞ്ഞിട്ടുണ്ടാകൂല, ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കി നാളെ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാകുള്ളൂ. എന്നാൽ ഖിയാമത്ത് നാളിനോട് അടുക്കുന്ന സമയത്ത് അവരെന്ത് പറയും? ഇൻഷാ അല്ലാ ബാക്കി നാളെ ചെയ്യാമെന്ന് പറയും. പിറ്റേന്ന് വരുമ്പോൾ പഴയ അവസ്ഥയിൽ തന്നെ അതിന് ദ്വാരമുള്ള രൂപത്തിലായിരിക്കും. ബാക്കി അവർ വീണ്ടും പൊളിക്കാൻ നോക്കും. അങ്ങനെ പൊളിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്? പിന്നീട് ജനങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം അത് പൊളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിച്ച് വിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെ ആശ്വാസം ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈസാ നബിക്ക് കൊടുക്കുന്നൊരു വഹിയുണ്ട്. ഇത് ഔഹല്ലാഹു ഇലാ ഈസാ ഇന്നി ഖദ് അഖ്റജ്തു ഇബാദൻ ലീ. ഈസാ നബിനോട് പറയാണ്, എൻ്റെ അടിമകളിൽപ്പെട്ട ചില ആളുകളെ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട്. ആരാണ് തുറന്നു വിട്ട വിഭാഗം? അത് യഅജൂജ് മാജൂജ്, അഥവാ മസീഹ് ദജ്ജാലിനെ വധിച്ചു. മസീഹ് ദജ്ജാലിനെ വധിച്ച് എല്ലാ ആളുകളും ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹു ആരെ പറഞ്ഞയക്കണത്? യഅജൂജ് അഥവാ ദുൽഖർനൈൻ ചക്രവർത്തി ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ബന്ധനസ്ഥരാക്കിയ പൂട്ടിയിടപ്പെട്ട ആ ജനവിഭാഗം ആ മതിൽ പൊളിച്ച് പിന്നീട് അവരേക്ക് തിരിച്ചു വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട 4 അടയാളങ്ങളും ഒരേ സമയത്താണ് ഉണ്ടാകുക. ഖിയാമത്ത് നാളിൻ്റെ പ്രധാനപ്പെട്ട 4 അടയാളങ്ങളും ഒരേ സമയത്ത്, അഥവാ ഈസാ നബി ഉണ്ടാകും. ഈസാ നബി ഉള്ള അതേ സമയത്താണ് ആരുണ്ടാകണത്? ഇമാം മഹദി ഉണ്ടാകണത്. ഇമാം മഹദിയും ഈസാ നബിയുള്ള കാലത്താണ് ആര് വരുന്നത്? ദജ്ജാൽ വരുന്നത്. ദജ്ജാലിൻ്റെ കാലശേഷമാണ് പിന്നീട് ആര് വരുന്നത്? യഅജൂജ് മാജൂജ് വരും. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട അടയാളങ്ങളും കാണാൻ കഴിയും. അപ്പോൾ ഈ ജനവിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ തടുക്കാൻ കഴിയും ആർക്കെങ്കിലും? അതും അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ലാ യദാനി ലിഅഹദിൻ ബിഖിതാലിഹിം. ഒരാൾക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരാൾക്കും അവരെ പരാജയപ്പെടുത്താനോ വധിക്കാനോ കഴിയില്ല. മനുഷ്യന്മാരിൽപ്പെട്ട ഒരാൾക്കും അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ദജ്ജാലിനെ വധിക്കണതാരാ? ദജ്ജാലിൻ്റെ ഫിത്തനയാണോ യഅജൂജ് മഅജൂജിൻ്റെ ഫിത്തനയാണോ ഏറ്റവും വലുത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ദജ്ജാലിൻ്റെ ഫിത്തനയാണ്. പക്ഷേ ദജ്ജാലിനെ വധിക്കണതാരാ? ഈസാ നബിയാണ്. ആ ഈസാ നബിക്ക് പോലും യഅജൂജ് മഅജൂജിനെ വധിക്കാൻ കഴിയില്ല. ഇനി ഈസാ നബിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസികളായ ആളുകൾക്ക് പോലും യഅജൂജ് മഅജൂജിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അവരോട് നിർദ്ദേശം നൽകുന്നുണ്ട്, ഫഹദ്ദിസ് ഇബാദി ലതൂർ, നിങ്ങൾ ആ പർവ്വതത്തിലേക്ക് പോയി രക്ഷപ്പെടുക എന്നുള്ള നിർദ്ദേശം കിട്ടും. കാരണം താഴെ ഇവർ ഇറങ്ങിയിട്ടുണ്ട്, ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. ഇനി ഇവർ വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചു കൊടുത്തു, വയബ്അസുല്ലാഹു യഅജൂജ വമഅജൂജ. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം വന്നാലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അവർ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. വയമുറു അവൈലുഹും അലാ ബുഹൈറ തുബരിയ വയശ്റബൂന മാ ഫീഹാ. അവർ ബുഹൈറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഷാമിലുള്ള ഒരു പ്രദേശമാണ്, ഷാമിലെ ഒരു പട്ടണമാണ് ബുഹൈറ. അവിടെ ഉള്ളൊരു തടാകമുണ്ട്, തൊബിരിയ തടാകം എന്നാണ് അതിൻ്റെ പേര്. ആ തൊബിരിയ തടാകത്തിൻ്റെ പ്രത്യേകത 49 മീറ്റർ ഡെപ്തുള്ള 163 ചതുരശ്ര കിലോമീറ്റർ നീളമുള്ള അത്രത്തോളം വലിയൊരു തടാകം. ആ തടാകത്തിൻ്റെ ഭാഗത്തേക്ക് ആര് വരും? ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തിലെ ആദ്യം വരുന്ന ആളുകൾ, എല്ലാവരും അല്ല, ആദ്യം വരുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ വരും. അവർ വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കും. അവർ വെള്ളം കുടിച്ച് അവർ തിരിച്ചു പോകും. പിന്നീട് അവസാനം വരുന്ന ആളുകൾ പറയണത് വാക്ക് എന്താണെന്നറിയോ? അവർ പറയാണ്, അവർ വരുന്ന സമയത്ത് പറയും, ഈ തടാകത്തിൽ ഒരു കാലത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഈ തടാകത്തിൽ ഒരു കാലത്ത് വെള്ളം, അഥവാ ആരെ വെള്ളം കുടിച്ചത്? അവരുടെ തൊട്ട് മുമ്പ് പോയ ഒന്നാമത്തെ വിഭാഗമാണ് വെള്ളം കുടിക്കണത്. അപ്പം അത്രത്തോളം വലിയ ഫിത്തനയാണ് അവരുണ്ടാകാൻ പോണത്. 163 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഒരു തടാകം, അതിലൊന്നാമത്തെ വിഭാഗം എന്ത് ചെയ്യും? കുടിച്ചു തീർക്കുമെന്ന ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകളും ആ മലയുടെ മുകളിൽ അവർ ഉൾവലിഞ്ഞു നിൽക്കുകയാണ്. അവിടെ അഭയം തേടി നിൽക്കുന്ന സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണമല്ല, ഭക്ഷണത്തിൻ്റെ അഭാവം കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാകും.
ആ ഒരു സമയത്ത് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ യകൂന റഅസു സൗരി ലി അഹദിഹിം ഖൈറൻ മിൻ 100 ദീനാരിൻ ലി അഹദികുമുൽ യൗം. അന്നേ ദിവസം 100 ദീനാറിനേക്കാൾ ഒരു കാളയുടെ തല കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു ഖൈർ എന്ന് വിചാരിക്കുന്ന സമയമാണ്. അഥവാ കഴിക്കാൻ ഭക്ഷണമല്ല, പട്ടിണിയാണ്. നമ്മൾ ഒരു മൃഗത്തെ അറുത്താൽ, ഒരു ഉരുവിനെ അറുത്താൽ അതിൻ്റെ തലഭാഗത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക, ഉടലിനാണ് കൂടുതൽ, അതിലാണ് മാംസം ഉണ്ടാകുക. തല വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഈ അജൂജ് മാജൂജ് വന്ന് എല്ലാ കാര്യങ്ങളും തിന്ന് തീർത്ത്, ഉള്ള വെള്ളമൊക്കെ കുടിച്ച് തീർത്ത് അവർക്കൊന്നുമില്ല. അവരാണെങ്കിൽ ആ മലയുടെ മുകളിലാണ്. ചില ഹദീസുകളിൽ കാണാൻ കഴിയും ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തുള്ള ജബലുൽ ഖംർ എന്ന് പറയുന്ന മലൻ്റെ മുകളിലേക്കായിരിക്കും അവർ ഉൾവലിയ എന്നുള്ളതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്തായാലും അവരവിടെ ഇങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിൽ ഒരു തല കിട്ടിയിരുന്നെങ്കിൽ, ഒരു കാളൻ്റെ തല കിട്ടിയിരുന്നെങ്കിൽ അതാണ് ഖൈർ. അതിനുവേണ്ടി 100 ദീനാർ, എന്താ ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയ, ഒരു സ്വർണ്ണ നാണയമല്ല, 100 സ്വർണ്ണ നാണയം വേണ്ടി അതിന് കൊടുത്താലും കുഴപ്പമില്ല. ഒരു കാളൻ്റെ തല കിട്ടിയിരുന്നെങ്കിൽ അത്രത്തോളം വിശപ്പാണ്, അത്രത്തോളം പ്രയാസമാണ്. ആ രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു ചെയ്യണതെന്താ? ഫയുർസിലുല്ലാഹു അലൈഹിം നഗഫി റിഖാബിഹിം. അള്ളാഹു നഗഫിനെ പറഞ്ഞയക്കുമെന്നുള്ളതാണ്. എന്താ നഗഫ് എന്ന് പറഞ്ഞാൽ? ഒട്ടകത്തിൻ്റെയും അതേപോലെ തന്നെ ആടിൻ്റെയും മൂക്കിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു കൃമി, ഒരു കീടം. ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയൊക്കെ മൂക്കിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു കൃമി, ആ ഒരു തരത്തിലുള്ള കൃമിയെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ച് അത് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ റിഖാബിൽ, അവരുടെ പിരടിയിൽ വരും. അങ്ങനെ എന്ത് ചെയ്യും? ചത്തു വീഴും. അപ്പോൾ ഈ വിഭാഗത്തെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടെന്നറിയോ? ഇപ്പോൾ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയൊക്കെ മൂക്കിൻ്റെ ഭാഗത്ത് കാണുന്ന കൃമി മൂലം ആ ഒട്ടകമോ അല്ലെങ്കിൽ ആടോ ചത്തുപോകുന്നില്ല. പക്ഷെ വലിയ ഫിത്തന ഉണ്ടാക്കുന്ന ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വലിയൊരു സൈന്യത്തിനും ഇറക്കണില്ല. ആകെ ഇറക്കണം എന്താണ്? ഈ നഗഫ് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കൃമിയെ, ഒരു കീടത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ പിരടിയിൽ കൊണ്ടുവരും. അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവരെല്ലാവരും മരിക്കും. ഈ ജനവിഭാഗം മുഴുവനും എന്ത് ചെയ്യും? മരണപ്പെടും. ഫയുസ്ബിഹൂന ഫർസാ കമൗതി നഫ്സിൻ വാഹിദ. ഒരു ശരീരം മരിക്കണത് പോലെ അവരെല്ലാവരും ഒരേ സമയത്ത് മരിച്ചു വീഴും. എല്ലാം മരിച്ചു വീഴും. എല്ലാം മരിച്ചു വീണാലോ പിന്നീടും പ്രശ്നമാണ്. പിന്നീട് എന്താണ്? പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും ഭൂമിയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴോ ഭൂമി മുഴുവനും യഅജൂജ് മഅജൂജിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. അവരുടെ ശവശരീരങ്ങളായിരിക്കും. ആ ശവത്തുനിന്ന് വരുന്ന ദുർഗന്ധമായിരിക്കും ഭൂമി മുഴുവനും. ഹദീസിൽ കാണാൻ കഴിയും, ഫലാ യജിദൂന ഫിൽ അർളി മൗദിഅ ശിബിരിൻ. ഒരു ചാൺ സ്ഥലം പോലും ഉണ്ടാകൂല, ഒരു ചാൺ സ്ഥലം പോലും ഉണ്ടാകൂല. എല്ലാ ഭാഗത്തും യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ ശവശരീരങ്ങൾ. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ജനാവലിയാണ് ഇല്ലേ? ശരിക്ക് ഈ യഅജൂജ് എന്ന് പറഞ്ഞ ആ പേരിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അതിനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് തിരമാല എന്നുള്ള, മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നുള്ള, തിരമാലകൾ കണക്ക്. തിരമാലൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരും, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരും. അതേപോലെ തന്നെ ഈ ജനവിഭാഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്ര വലിയ ജനാവലിയാണ്. ഇവരെ മനുഷ്യന്മാരായ ആളുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയില്ല. അവർ മലമുകളിലേക്ക് ഉൾവലിയുമ്പോൾ നഗഫ് എന്ന് പറയുന്ന ഒരു കൃമികീടത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സമൂഹത്തെ ഇല്ലാതാക്കും. ഇല്ലാതാക്കിയതിന് ശേഷം വീണ്ടും ഭൂമി മുഴുവനും ഇവരുടെ ശവശരീരങ്ങൾ നിറഞ്ഞിട്ടുണ്ടാകും. അവരുടെ ശവശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. വീണ്ടും പ്രയാസം. എന്താ ചെയ്യുക? ഇതിനൊക്കെ പാടെ മറമാടാൻ കഴിയോ? അതും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചാൺ സ്ഥലം പോലും ഇല്ല ഭൂമിയിൽ. അത്രത്തോളം ശവശരീരങ്ങൾ. വീണ്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ഫയുർസിലുല്ലാഹു തയ്യറൻ കഅഗ്നാകിൽ ബുഖ്ത്. ഈ ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ നീളമുള്ള ഒരു തരം പക്ഷികൾ അല്ലാഹു പറഞ്ഞയക്കും. ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ നീളമുള്ള ഒരു തരം പക്ഷികൾ. അല്ലാഹു ആലം അത് ഏത് രൂപത്തിലാണ്, എന്ത് പക്ഷിയാണെന്ന് നമുക്കൊന്നും അറിയില്ല.
ആ പക്ഷികൾ വന്ന് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ കുത്തിയെടുത്ത് കൊണ്ടുപോകും. ഫതഹ്മിലുഹും ഫതദറുദുഹും ഹൈസു ശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. അപ്പം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ വലിപ്പമുള്ള പക്ഷികൾ വന്ന് ആ ജനവിഭാഗത്തെ കൊണ്ടുപോകുക മാത്രമല്ല, അവർ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അവരെ കൊണ്ടുപോയി കളയും എന്നുള്ളതും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇതിന് ശേഷമാണ് സുമ്മ യുർസിലുല്ലാഹു മതറൻ, അള്ളാഹു ഒരു മഴ പെയ്യും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടാകുന്ന ഒരു മഴയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ ശവശരീരങ്ങൾ മുഴുവനും നിറഞ്ഞ് ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ വലിപ്പമുള്ള ഒരു തരം പക്ഷികൾ വന്ന് ഈ ശവശരീരങ്ങളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയി പിന്നീട് ഭൂമി മുഴുവനും വൃത്തിയാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മഴ ഇറക്കും. ആ മഴൻ്റെ പ്രത്യേകത ലാ യകുന്ന മിൻഹു ബൈത്തുൻ മദറൻ വലാ വബറ, അഥവാ കല്ല് കൊണ്ടുണ്ടാക്കിയതും പഞ്ഞ് കൊണ്ടുണ്ടാക്കിയതും എല്ലാ വീടുകളിലും ആ മഴയെത്തും. അഥവാ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും ഈ മഴ ഇറങ്ങും. ഈ മഴ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, ഫയഗ്സിലുൽ അർദ ഹത്താ യതുറകഹാ കസ്സലഫ, ഭൂമിയെ ഒരു കണ്ണാടി പോലെയാക്കും. ഭൂമിയെ ഒരു കണ്ണാടി പോലെ, അഥവാ അതിലുള്ള എല്ലാ അഴുക്കുകളും നീക്കം ചെയ്ത് ഒരു കണ്ണാടിയെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിലേക്ക് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റും. സുമ്മ യുഖാലു ലിൽ അർളി, പിന്നീട് ഭൂമിയോട് പറയും, അൻബിതി സമറതകി വറുദ്ദി ബറകതകി, നീ നിൻ്റെ ഫലങ്ങളെ തിരിച്ചു കൊണ്ടുവാ, നീ നിൻ്റെ ബറക്കത്തിനെ തിരിച്ചു കൊണ്ടുവാ എന്ന് ഭൂമിയോട് പറയുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. എന്തായാലും അങ്ങനെ ആ ഒരു പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഭൂമി അതിൻ്റെ ബർക്കത്തിനെ, ഭൂമി അതിൻ്റെ ഫലങ്ങളെ വീണ്ടും കൊണ്ടുവരും. ആ ഒരു ദിവസം ഫയൗമഇദിൻ, ആ ദിവസം തഅകുലുൽ ഇസാബത്തു മിനർ റുമ്മാന, അന്നേ ദിവസം ഒരു സംഘത്തിന് വിശപ്പടക്കാൻ ഒരു റുമ്മാൻ മതിയാകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഒരു റുമ്മാന്, ഒരു സംഘത്തിന്, ഒരു ഇസാബത്തിന് കഴിക്കാൻ വിശപ്പടക്കാൻ അത് മതി. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് വിശപ്പടക്കാൻ 2-3 റുമ്മാൻ കഴിച്ചാൽ ചിലപ്പോൾ മതിയാകൂല. എന്നാൽ ആ കാലഘട്ടത്തിൽ യഅജൂജ് മഅജൂജ് വന്നതിന് ശേഷം, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇല്ലാതാക്കിയതിന് ശേഷം, ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ വലിപ്പമുള്ള പക്ഷികളെ കൊണ്ട് അവരെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയതിന് ശേഷം, ഭൂമിയിൽ മഴ ഇറക്കിയതിന് ശേഷം അല്ലാഹു വീണ്ടും സസ്യങ്ങൾ മുളപ്പിക്കും. ആ സമയത്ത് ഒരു റുമ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന് വിശപ്പടക്കാൻ അത് മതിയാകുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ തോട് എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന് തണൽ അതിന് മതിയാകുന്നതാണ്. ഈ റുമ്മാൻ്റെ തോടില്ലേ, അതിങ്ങനെ വെച്ചാൽ ഒരു സംഘത്തിന് അത് അതിന് തണലായി നിൽക്കാൻ കഴിയും. അത്രത്തോളം വലിയ ഒരു രൂപത്തിലുള്ള റുമ്മാനുകളായിക്കൊണ്ട് അന്ന് പല മൃഗങ്ങൾ മാറുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നേ ദിവസം ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോത്രങ്ങൾക്ക് അത് മതിയാകുന്നതാണ്. ഒരൊട്ടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോത്രങ്ങൾക്ക് അത് മതിയാകുന്നതാണ്. അതേപോലെ ഒരു പശു എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന് മതിയാകുന്നതാണ്. ഒരാട് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് മതിയാകുന്നതാണ്. അതിൻ്റെ മാംസമാണെങ്കിലും അതിൻ്റെ പാലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരൊട്ടകം ഒരുപാട് ഗോത്രങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എത്ര വലിപ്പമുണ്ടാകും അത്, അല്ലെങ്കിൽ അതിൻ്റെ പാലിൻ്റെ ദൈർഘ്യമൊക്കെ എത്ര ആയിരിക്കും. ആ രൂപത്തിലേക്ക് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം കദാലിക ഇദ് ബഅസല്ലാഹു റീഹൻ ത്വയ്യിബ, പിന്നെ അല്ലാഹു എന്ത് ചെയ്യും, ഒരു കാറ്റിനയക്കും, ഒരു ത്വയ്യിബായ ഒരു കാറ്റിനയക്കും. ആ കാറ്റെന്ത് ചെയ്യും, എല്ലാ മനുഷ്യരെയും പിടികൂടും. ആ പിടികൂടുന്ന എല്ലാ മുഅ്മിനായതും മുസ്ലിമായതുമായ പുരുഷനും സ്ത്രീകളും മരണപ്പെടും. പിന്നീട് ഭൂമിയിൽ ഉണ്ടാകുന്നത് ആരായിരിക്കും, ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. ഇങ്ങനെ ഭൂമി അതിൻ്റെ ബർക്കത്തിനൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യണത്, ഒരു കാറ്റിനയക്കണത്. ആ കാറ്റിനയക്കണ സമയത്ത് ഭൂമിയിൽ ഏറ്റവും മുഅ്മിനുകളായതും അതേപോലെ തന്നെ മുസ്ലിമുകളായ എല്ലാ ആളുകളെയും ആ കാറ്റ് പിടികൂടും. ആ കാറ്റ് തട്ടുന്ന സമയത്ത് ഹദീസിൽ കാണാൻ കഴിയും, ഗുഹൻ്റെ ഉള്ളിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും ആ കാറ്റ് അവൻ്റെ ശരീരത്തിൽ തട്ടുന്ന ഉടനെ തന്നെ അവൻ മരണപ്പെടും. പിന്നീട് ഭൂമിയിൽ ജീവിക്കുന്നത് ആരാണ്, ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും ഭൂമിയിൽ ജീവിക്കുക. അവരിലേക്കാണ് പിന്നീട് ബാക്കിയുള്ള അടയാളങ്ങൾ ഉണ്ടാകുന്നത്.
ഇൻഷാ അല്ലാഹ് എൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളും മലൻ്റെ മുകളിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മലൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ ഭക്ഷണമല്ലാതെ ഇനി ഒരു കാളൻ്റെ തലക്ക് വേണ്ടിയിട്ട് 100 ദീനാറ് കൊടുക്കുകയാണെങ്കിൽ അതും പ്രശ്നമല്ല. ആ രൂപത്തിലുള്ള അവസ്ഥ മാറുന്ന സമയത്ത് ഈ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ആ മലൻ്റെ മുകളിലും കയറി വരുന്നുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും, ജബലുൽ ഹമർ എന്ന് പറയുന്ന പിന്നെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തുള്ള ഒരു മലൻ്റെ മുകളിലായിരിക്കും ആരുണ്ടാകുക? ഈസാ നബിയും വിശ്വാസികളായ ആളുകളുണ്ടാകുക. അവർ ആ മലൻ്റെ മുകളിലേക്ക് വന്ന് പറയുന്നൊരു വാക്കുണ്ട്, ലഖദ് ഖതൽനാ മൻ ഫിൽ അർള്. ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഇല്ലാതാക്കി, ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഇല്ലാതാക്കി. ഇനി ആകാശത്തുള്ളവരുമായി കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? അമ്പും വില്ലെടുത്ത് ആകാശത്തേക്ക് അമ്പെയ്യും. ആ അമ്പെയ്യുന്ന സമയത്ത് ആ അമ്പ് തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ അമ്പിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യുന്നുണ്ടാകും? രക്തം പുരട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇവർ പറയും, ആകാശത്തുള്ള ആളുകളെയും നമ്മൾ കൊന്നിട്ടുണ്ട്, ഭൂമിയിലുള്ള ആളുകളെയും നമ്മൾ നശിപ്പിച്ചു, ആകാശത്തുള്ള എല്ലാ ആളുകളും നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ അഹങ്കരിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ പിരടിയിലേക്ക് അള്ളാഹു എന്തിനെ കൊണ്ടുവരുന്നതിനെ? ഒരു കൃമികീടത്തെ. ഒന്നാലോചിച്ചു, ഇത്ര വലിയ അഹങ്കാരികളായ ആളുകളെ നശിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് എന്താണ്? ഒരു ചെറിയ ഒരു ജീവിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുള്ളവനാണ് എന്നുള്ളൊരു വിഷയം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വിശദീകരിച്ചത് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ജനവിഭാഗം അവരുണ്ടാക്കുന്ന ഫിത്തനകൾ, ഇത് കേവലം മനുഷ്യന്മാരല്ലാത്ത വേറെ ഏതൊക്കെ വിഭാഗങ്ങളെന്നാണ് ചില ആളുകൾക്ക് വിശദീകരിക്കാറ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരാദ്യം പിന്നെ ബന്ധനസ്ഥരാക്കുന്നത് ദുൽഖർനൈൻ ചക്രവർത്തിയാണ്. കിഴക്കിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ 2 പർവ്വതങ്ങൾക്കിടയിലുള്ളൊരു ജനവിഭാഗത്തെ കാണുകയും അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ഒരു മതില്, ഇരുമ്പിൻ്റെ കട്ടകളും അതേപോലെ തന്നെ ചെമ്പും ഒരുക്കിക്കൊണ്ട് വലിയൊരു മതിൽ നിർമ്മിച്ചു. ആ മതിൽ ചാടിക്കടക്കാനോ ആ മതിൽ ദ്വാരുണ്ടാക്കാനോ അവർക്ക് കഴിയുകയില്ല. എന്നാൽ അവർക്ക് അതിന് കഴിയും. ഏത് സമയത്ത്? അവരെല്ലാ ദിവസവും ദ്വാരുണ്ടാക്കി പോകും, നാളെ വന്നിട്ട് ബാക്കി പൂർത്തീകരിക്കാമെന്ന് പറയും. പക്ഷെ ഖിയാമത്ത് നാളിൻ്റെ അവസാനമാകുന്ന സമയത്ത് അവർ പറയും, ബാക്കി നമുക്ക് നാളെ പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറയും. പിന്നീട് അവർ വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും? പഴയ അവസ്ഥയിൽ തന്നെ ആ ദ്വാരം ഉണ്ടായിട്ടുണ്ടാകും. അതിനെ വീണ്ടും അവർ പൊളിക്കാൻ നോക്കും. അങ്ങനെ പൊളിച്ച് ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് ദജ്ജാലിനെ വധിച്ചതിന് ശേഷം വിശ്വാസികളായ ആളുകൾ അവരിങ്ങനെ സമാധാനത്തിൽ ആശ്വാസപരമായി ജീവിക്കുന്ന കാലഘട്ടത്താണ് ഈ ഫിത്തന വരുന്നത്. ഈ ഫിത്തന വരുന്ന സമയത്ത് മനുഷ്യന്മാരിൽ ഒരാൾക്കും അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഒരാൾക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈസാ നബിയിൽ വിശ്വസിച്ച വിശ്വാസികളടക്കം മലമുകളിലേക്ക് ഉൾവലിയും. ആ ഉൾവലി എന്ന സമയത്ത് കഴിക്കാൻ ഭക്ഷണമില്ല. അവരാണെങ്കിൽ ബുഹൈറ ഭാഗത്തുള്ള തുബിരിയ തടാകം 163 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള തടാകം ഒരു വിഭാഗം അത് കുടിച്ചു തീർക്കാണ്. രണ്ടാമത്തെ വിഭാഗം വരുമ്പോൾ പറയും, ഇതിലൊരു കാലത്ത് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വറ്റിപ്പോയിട്ടുണ്ട്. അത്രത്തോളം വലിയ ഫിത്തനകളാണ്. ഭൂമിയിലെല്ലാം അവർ തിന്നു തീർക്കും. ഇങ്ങനെ ഫിത്തന ഉണ്ടാകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് നിമിത്തം അവരുടെ പിരടികളിൽ ഒരു കൃമികീടത്തെ അള്ളാഹു കൊണ്ടുവരും. അതിനുശേഷം വീണ്ടും അള്ളാഹുവിനോട് ഈസാ നബി പ്രാർത്ഥിക്കുക. കാരണം ഇവരുടെ ശവശരീരങ്ങൾ ആ ശവശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൊണ്ട് നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ടപ്പോൾ വീണ്ടും ഈസാ നബി പ്രാർത്ഥിക്കും. അള്ളാഹു അതിന് വീണ്ടും ഒരു തരം പക്ഷികളെ, ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ വലിപ്പമുള്ള ഒരു തരം പക്ഷികളെ അയച്ച് ഈ യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ കൊത്തിക്കൊണ്ടുപോകും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അള്ളാഹു ആലം, നമുക്കറിയുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമെന്നൊക്കെ. പക്ഷെ എന്തായാലും വ്യക്തമായിക്കൊണ്ട് ഇന്നാലിന്ന ഭാഗത്തേക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ഇപ്പോൾ എവിടെയാണുള്ളത് അതും നമുക്ക് പറയാൻ കഴിയില്ല. വ്യക്തമായിക്കൊണ്ട് ഇന്നാലിന്ന ഭാഗത്ത് എന്ന് നമുക്ക് ഒരു ഹദീസുകളിലും വന്നിട്ടില്ല. എന്തായാലും ഈ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പൂർണ്ണമായിക്കൊണ്ടും നശിപ്പിക്കുകയാണ്. ഇതിന് ശേഷമാണ് 3 ഭൂകമ്പങ്ങൾ നടക്കുന്നത്. ഖസ്ഫും ബിൽ മശ്രിഖ് വഖസ്ഫും ബിൽ മഗ്രിബ് വഖസ്ഫും ബിൽ ജസീറത്തിൽ അറബ്. 1 മശ്രിഖിലാണ്, 2 മഗ്രിബിലാണ്, 1 ജസീറത്തുൽ അറബിലാണ്.
എന്താണ് ആ 3 ഭൂകമ്പങ്ങൾ? അതേപോലെ തന്നെ മനുഷ്യരെ മുഴുവനും ബാധിക്കുന്നൊരു പുക പുറപ്പെടും. എന്താണ് ആ പുക എന്ന് പറഞ്ഞാൽ, സൂര്യൻ പടിഞ്ഞാറുദിക്കും, ദാബത്തുൽ അർദ് വരും. എന്താണ് ദാബത്തുൽ അർദ് എന്ന് പറഞ്ഞാൽ? ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.